പത്തനംതിട്ട കിടങ്ങന്നൂരിലെ 70 വയസ്സുള്ള ചേട്ടൻ പതിവായി ബാങ്കിലെത്താറുണ്ട്. മക്കൾ വിദേശത്ത് നിന്ന് അയച്ചു കൊടുക്കുന്ന പണം അതാത് മാസങ്ങളിലെ ചിലവിന് വേണ്ടി എടുക്കും. ഇത് ബാങ്ക് ഉദ്യോഗസ്ഥർക്കും അറിവുള്ള കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം 45 ലക്ഷം രൂപ പിൻവലിക്കാൻ വേണ്ടിയാണ് ആ വയോധികൻ ബാങ്കിലെത്തിയത്. തിടുക്കത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ ബാങ്ക് ജീവനക്കാർക്ക് എന്തോ സംശയം തോന്നി. ആകെ ആശങ്കയും പരിഭ്രാന്തിയും. കാര്യം തിരക്കിയപ്പോൾ മുംബൈയിൽ കുറച്ച് സ്ഥലം വാങ്ങാൻ വേണ്ടി പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് വിശദമായി ചോദിച്ചപ്പോഴാണ് വലിയൊരു സൈബർ തട്ടിപ്പിൻ്റെ ചുരുളഴിഞ്ഞത്. ഈ 70-കാരനെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടാനുള്ള നീക്കമാണ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിലൂടെ പൊളിഞ്ഞത്. സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 10-ന് ബാങ്കിലെത്തിയ ഇടപാടുകാരൻ 45 ലക്ഷം രൂപ സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടു. വീട് പണിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞു. ഇത്രയും തുക എന്തിന് പെട്ടെന്ന് മാറ്റണമെന്ന സംശയം ബാങ്ക് ജീവനക്കാർക്ക് തോന്നി. എന്നിട്ടും പണം സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി. പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ബാങ്കിലെത്തി. മുംബൈയിലുള്ള അമിക്കോ മറൈൻ സർവീസ് എന്ന പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകി. നേരത്തെ മാറ്റിയ 45 ലക്ഷം രൂപ ഇതിലേക്ക് അയക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും മുഖത്ത് പരിഭ്രാന്തി കൂടിയിരുന്നു. ബാങ്ക് അധികൃതരുടെ സംശയം കൂടി. വീണ്ടും ചോദിച്ചപ്പോൾ മുംബൈയിൽ സ്ഥലം വാങ്ങാനാണെന്ന് പറഞ്ഞതോടെ സംശയം ഇരട്ടിയായി. ബാങ്ക് അധികൃതർ പണം അയക്കാൻ മടിച്ചതോടെ 70-കാരൻ വീണ്ടും വീട്ടിലേക്ക് പോയി. ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടിലെത്തി. മകനെ കേസിൽ കൊടുക്കാതിരിക്കാൻ പണം നൽകണമെന്ന സംഘത്തിന്റെ ആവശ്യം ഭാര്യയെ ധരിപ്പിച്ചു. ഇതോടെ ഭാര്യയും ഭർത്താവും ബാങ്കിലെത്തി ബ്രാഞ്ച് മാനേജർ വിനീതയോടും മറ്റു ജീവനക്കാരോടും വിവരം പറഞ്ഞു. സൈബർ തട്ടിപ്പാകാം ഇതെന്ന് ജീവനക്കാർ മനസ്സിലാക്കി. തുടർന്ന് വിവരങ്ങൾ സൈബർ സെല്ലിന് കൈമാറുകയായിരുന്നു. കിടങ്ങന്നൂരിലെ കേരള ബാങ്കിൽ നിന്ന് ഇദ്ദേഹം 19 ലക്ഷം പിൻവലിച്ചിരുന്നു. പിൻവലിച്ച പണം മറ്റൊരു ബാങ്കിലിട്ട ശേഷം തട്ടിപ്പ് സംഘത്തിന് അയച്ചു കൊടുക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം കേരള ബാങ്കിൽ നിന്ന് പണം നൽകാൻ താമസം നേരിട്ടു. ഇതിനാൽ ഈ പണം തട്ടിപ്പ് സംഘം നിർദ്ദേശിച്ച ബാങ്കിൽ നിക്ഷേപിക്കാൻ സാധിച്ചില്ല. സംഭവത്തിൽ സൈബർ പോലീസും ആറന്മുള പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട.